അപ്പോൾ നമ്മുടെ റാപ്പ് ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്ലീവ് എടുത്തിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ വക്കത്ത് ഞാൻ പ്ലീറ്റ്സ് കൊടുക്കുക പറഞ്ഞില്ലേ, റഫിൾ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 4-5 വീതിയിലുള്ള പീസ് വെച്ച് ഇങ്ങനെ പ്ലീറ്റ്സ് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ വീതിയിലുള്ള പ്ലീറ്റ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ചുളിവ് പോലെ ആയിട്ടും കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് വെച്ച് കംപ്ലീറ്റ് അതിൻ്റെ ഈ അറ്റം വരെ പ്ലീറ്റ്സ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഈ ലുക്കിലാണ് നമുക്ക് കൈ കിട്ടുക. ഇനി ഞാൻ ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ട് പീസ് 2 എടുത്തിട്ടുണ്ട്. നല്ല വശം മേലേക്ക് വെച്ചു. ഇനി ബാക്ക് പീസ് നല്ല വശം അതിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ കമിഴ്ത്തി വെച്ചു. ഇനി ഷോൾഡർ 2 സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് 1/2 ഇഞ്ച് തുമ്പിൽ. ഇപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഓപ്പൺ ആയിട്ടുള്ള അറ്റത്ത് മുഴുവൻ ഒരു ബയാസ് പീസ് വെച്ചിട്ട് അടിച്ച് മറിച്ച് വക്ക് നീറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരറ്റത്തുനിന്ന് തുടങ്ങി അത് റാപ്പ് ചെയ്യുന്ന 2 പീസിൻ്റെയും അറ്റത്ത് കൂടെ കഴുത്തടക്കം, ബാക്കിലെ കഴുത്തടക്കം കംപ്ലീറ്റ് ആയിട്ട് ഈ അറ്റം വരെ പീസ് വെച്ച്. അപ്പോൾ ലോങ് സ്ട്രിപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ അത് തുന്നുന്നത് ഇങ്ങനെയാണ്. എപ്പോഴും നമ്മളെങ്ങനെയാണ് വക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ 1/4 ഇഞ്ച് തുമ്പിൽ തുന്നിയിട്ട് ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ മേലടിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരിക. അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയാണ് വരേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 കൈയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബോഡിയിലേക്ക് കൈ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനിങ്ങനെ നമ്മുടെ ഷോൾഡർ ലൈന് കൈയിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നല്ല വശം ഫേസ് ടു ഫേസ് വെച്ച് 2 സൈഡിലേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് തുമ്പാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ മറ്റേ കൈയും, അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ കണക്ട് ചെയ്യുക, എന്നിട്ട് കാണിക്കുക. അപ്പോൾ ഇതാണ് കൈ 2 ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൈയിൻ്റെ ഈ പ്ലീറ്റ്സിൻ്റെ വക്കത്തും ഇതുപോലെ ഞാൻ ബയാസ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ മറ്റേ എൻഡ് ചെയ്തില്ലേ നേരത്തെ, അതേപോലെ തന്നെ അടിച്ച് മറിച്ച് കൊടുക്കുന്നുണ്ട് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോഡി ഫിറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് കൈയും ബോഡി പീസുകളും 2 മാച്ച് ചെയ്ത് വെച്ച് എത്രയാണ് തുമ്പ് വിട്ടിട്ടുള്ളത് അനുസരിച്ചിട്ട് എഡ്ജിലൂടെ വേസ്റ്റ് വരെ, സ്ലീവിൻ്റെ അറ്റം തൊട്ടിട്ട് വേസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് അതേപോലെ 2 സൈഡിലും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ റാപ്പ് ചെയ്യുന്ന പീസ് ഉണ്ടല്ലോ, അത് അതിൽ പെടാതെ തുറന്ന് വെച്ചിട്ട് വേണം മറ്റേ സൈഡും ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സൈഡും അതേപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് താഴെയുള്ള പീസിൻ്റെ കാര്യം നോക്കാം. അതിന് ഇത് ബാക്ക് പീസാണ്. അതിൻ്റെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മേലെയുള്ള നമ്മളിപ്പോൾ ചെയ്ത ബോഡി പീസ് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഈ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എവിടെ സ്റ്റിച്ച് വരണം എന്നറിയാൻ വേണ്ടിയിട്ട് സൈഡിൽ. ഇനി ഇത് ബോട്ടത്തിൻ്റെ ഫ്രണ്ടിലെ ഒരു പാർട്ടാണ്. അപ്പോൾ റൗണ്ട് കർവ് വരുന്നത് സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് മോൾ ഭാഗം വെക്കേണ്ടത്. അപ്പോൾ വേസ്റ്റിൻ്റെ പീസ് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് നമ്മൾ. അപ്പോൾ അതിൻ്റെ 1 ഇഞ്ച് തുമ്പേ ഞാൻ വിട്ടില്ല. അപ്പോൾ തുമ്പ് കണക്കാക്കിയിട്ട് ഇങ്ങ് വെച്ചു. ഇനി അത് ഓപ്പൺ ആയിട്ട് കിടക്കാൻ പോവാണല്ലോ റാപ്പ്. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ചിൽ വരില്ല ഈ എൻഡ്. അതേപോലെ മറ്റേ പീസ് അതിൻ്റെ റൗണ്ട് എഡ്ജ് സെൻറ്ററിൽ നടുക്ക് വരുന്ന രീതിയിൽ ഈ അറ്റാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 1 ഇഞ്ച് തുമ്പ് വിട്ടിട്ട് മാർക്ക് ചെയ്തതും മറ്റേ വേസ്റ്റിൻ്റെ അളവും കൂടെ മാച്ച് ചെയ്യുന്ന രീതിയിൽ പിൻ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ 2 സൈഡിലും ചെയ്ത് വെക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിലൂടെ തുമ്പ് എത്രയാണോ 1 ഇഞ്ചോ എത്രയാണോ വേണ്ടത് വെച്ചാൽ അതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ സെൻറ്ററിലെ ഈ പീസിൻ്റെ അറ്റം ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ് നമ്മൾ കയ്യിന് വെച്ച പോലെ റഫിൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 4 ഇഞ്ച് പീസുകൾ കുറച്ചധികം വേണ്ടി വരും. മൊത്തം 4 മീറ്റർ തുണി എനിക്ക് മുഴുവനായിട്ട് ചിലവായി. ഒരുപാട് പീസ് നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചു സ്ട്രിപ്സായിട്ട് 4 ഇഞ്ച് വീതിയിൽ. എന്നിട്ട് നമ്മൾ കയ്യിന് ചെയ്ത പോലെ തന്നെ ഇവിടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ് പ്ലീറ്റ്സ്. ഒരു 3/4 ഇഞ്ച് വീതിയിലൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതങ്ങനെ നിറയെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ പ്ലീറ്റ്സ് ഇടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്കത് കുറച്ച് പണിയുള്ള കാര്യമാണ്. എനിക്ക് അത്ര ഇഷ്ടമില്ല അങ്ങനെ ഒരേപോലെ ഒന്നുള്ള പണി ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് പിൻ ചെയ്ത് വെക്കുകയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടെ വേണ്ടിയിട്ട്, കാണാനും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ഏതുവരെ ചെയ്യണം, നമ്മുടെ വേസ്റ്റിൽ നിന്ന് നമ്മൾ കെട്ടുന്ന അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ടിട്ട് ഈ അറ്റത്തൂടെ താഴെ വന്ന് ഫ്രണ്ടിലെ താഴെ കഴിഞ്ഞ് ബാക്കിലെ പീസിൻ്റെ അറ്റത്ത് കൂടെ പോയി കംപ്ലീറ്റ് ചെയ്ത് ഫ്രണ്ടിലെ അടുത്ത് ലെഫ്റ്റിലെ പീസുമായിട്ട് അതിൻ്റെയും അറ്റത്ത് സിമിലറായിട്ട് ചെയ്ത് ഉള്ളിൽ കാണാതെ ആവുന്ന, അതായത് ക്രോസ് ചെയ്ത് വരുമ്പോൾ കാണാതെ ആവുന്ന അറ്റം വരെ കൊടുക്കാം. ഫുള്ളായിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ചെയ്ത് കഴിഞ്ഞുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉള്ളിൽ വരുന്നതാണ് ഞാൻ അതുവരെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി സ്ഥലം ഞാൻ ഹെം ചെയ്തു വീണ്ടും. എന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടത് പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തു കയ്യിന് ചെയ്ത പോലെ തന്നെ. എന്നിട്ടിങ്ങനെ ഇതുവരെ നമ്മുടെ ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക്. ഇനി നമ്മുടെ ഈ പ്ലീറ്റ്സ് കൊടുത്ത ഈ പീസിൻ്റെ അടിഭാഗം ഞാൻ മടക്കിയെടുക്കുകയാണ് ഹെം ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇനി നമ്മുടെ ബോട്ടവും ടോപ്പും കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ ബോട്ടത്തിൻ്റെ നല്ല വശം മേലേക്ക് വെച്ചു. ഇനി ഈ മാർക്ക് ചെയ്ത 3 പോയിൻറ്റ്സും വേസ്റ്റും സെൻറ്ററിലെ ഈ പോയിൻറ്റും മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടോപ്പിലെ, അതായത് മേൽഭാഗത്തെ ബാക്ക് പീസിനെ നല്ല വശം അതിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ കമിഴ്ത്തി വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്ന ആ പോയിൻറ്റ്സ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തല്ലോ. സെൻറ്റർ മാർക്ക് ചെയ്തു, 2 വേസ്റ്റ് മാർക്ക് ചെയ്തു. അത് മാച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഏത് മുതൽ ഏതുവരെ സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ റാപ്പ് ചെയ്യുന്ന ഒരറ്റം തൊട്ടിട്ട് ഫ്രണ്ടിലെ ഹാഫ് പീസ് കഴിഞ്ഞ് ബാക്ക് പീസ് കഴിഞ്ഞ് നമ്മുടെ അതേപോലെ ഫ്രണ്ടിലെ മറ്റേ സൈഡിലെ പീസ് കഴിഞ്ഞ് റാപ്പ് ചെയ്യുന്ന മറ്റേ അറ്റം വരെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൽ കാണുന്നത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഒരറ്റം വരുന്നത്. ഈ ഒരറ്റത്തുനിന്ന് മൊത്തം ബാക്ക് പീസ് കവർ ചെയ്യണം, മറ്റേ അറ്റത്ത് വരെ ചെയ്യണം. ഇതാ മറ്റേ അറ്റം കാണുന്നില്ല ഇവിടെ, ഇതുവരെ നമുക്ക് അതേപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും കൂടെ കണക്ട് ചെയ്ത് കിട്ടും. 1/2 ഇഞ്ച് തുമ്പ് വിട്ടിട്ടാണ് ഞാൻ അടിക്കാൻ പോകുന്നത്. വേസ്റ്റ് മാച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച വേസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഷേപ്പിനനുസരിച്ച് ചെയ്തതാണല്ലോ, അപ്പോൾ അവിടെ നല്ല വൃത്തിയിൽ തന്നെ അത് വരും. അങ്ങനെ ഈ അറ്റം വരെ ഞാൻ പിൻ ചെയ്ത് കൊടുത്തെടുത്ത് 1/2 ഇഞ്ച് വീതിയിൽ തുന്നി കാണിക്കാം. ഇപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഫിനിഷ് ചെയ്ത ലുക്ക് വരുന്നത്. ഇനി നമുക്ക് റാപ്പ് ചെയ്യേണ്ട ബെൽറ്റ് കൊടുക്കണ്ടേ. അപ്പോൾ ബെൽറ്റ് ഈ 2 എൻഡിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്, ഇങ്ങനെ ചുറ്റിക്കെട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ഞാൻ കെട്ട് വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ബെൽറ്റിനായിട്ട് ഞാൻ 3 ഇഞ്ച് വീതിയിൽ ഇങ്ങനത്തെ ലോങ് സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എത്ര തവണ ചുറ്റിക്കെട്ടണമെന്നനുസരിച്ച് എത്ര ലെങ്ത്ത് വേണമെങ്കിലും എടുക്കാം. ഞാനൊരു 2 ടൈംസ് അങ്ങോട്ടും ഇങ്ങോട്ടും റാപ്പ് ചെയ്യുന്ന രീതിയിലാണ്, എന്നിട്ട് ശേഷമാണ് കെട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 60 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ മടക്കി അടിക്കാൻ പോവുകയാണ്. 2 അറ്റത്തുനിന്നും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് അത് രണ്ടും ചേർത്ത് അടിക്കണം. അപ്പോൾ മൊത്തം 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഇഞ്ച് വീതിയിലുള്ള ബെൽറ്റ് കിട്ടി. ഈ അറ്റത്താണ് ഞാൻ അത് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബെൽറ്റ് ഇങ്ങനെയാണ് നിൽക്കേണ്ടത്, അതായത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ടാണ് നിൽക്കേണ്ടത്. അപ്പോൾ അതിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഫ്രഷായ എൻഡിനെ ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെയാണ് അടിക്കാൻ പോകുന്നത്. മേലെ സ്ട്രെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബോക്സ് പോലെ സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു പിൻ കുത്തി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലെ വേസ്റ്റിൽ നമ്മൾ 1 ഇഞ്ച് ബെൽറ്റ് കയറാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് സ്റ്റിച്ച് അഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിലൂടെ പുറത്തേക്ക് എടുത്തിട്ട് മേൽ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ചോയ്സാണ് നമ്മുടെ, എങ്ങനെ വേണമെങ്കിൽ ഏത് സൈഡിൽ നിന്ന് തുടങ്ങി ഏത് സൈഡിൽ കൂടെ റാപ്പ് ചെയ്യണം, എവിടെ കെട്ടണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അതായത് ഇതുപോലെ ഉള്ളിലേക്ക് എടുത്ത് ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്ത് പിന്നിൽ കൂടെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ മറ്റേ എൻഡിൽ ഇതേപോലെ തന്നെ നേരെ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ഇവിടെ ഒരു തുമ്പ്, ഞാൻ ആ പ്ലീറ്റ്സിൻ്റെ അറ്റം ഉണ്ടല്ലോ, അത് ഫ്രഷ് ആയിട്ടുള്ള എൻഡ് ഞാനൊരു പീസ് വെച്ച് മറച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ ബാക്കിയുള്ള നമ്മുടെ ടോപ്പ് പോർഷൻ്റെ ആ എൻഡിൽ കോർണറിൽ ഇതുപോലെ ബെൽറ്റ് അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഈ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇതുപോലെ ഞാൻ ആദ്യം റൈറ്റ് സൈഡിലത്തെ എൻ്റെ ബെൽറ്റ് എടുത്തിട്ട് ലെഫ്റ്റിലെ ആ ഓട്ടയിൽ കൂടെ എടുക്കണം. അപ്പോൾ ആ ഓട്ട നമ്മൾ ഇട്ടില്ലേ, ഓട്ട ഇട്ടതിൻ്റെ 2 അറ്റത്തുള്ള സ്റ്റിച്ച് എൻഡുകൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് വയ്ക്കുക, ഇല്ലെങ്കിൽ അത് തുന്നലഴിഞ്ഞു പോകണ്ട. ഇങ്ങനെ എടുത്തതിന് ശേഷം അതിനെ എന്ത് ചെയ്യും, ആവശ്യത്തിന് ടൈറ്റായി വെച്ച് മേല് റാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ എടുത്ത് അതിനെ നമ്മൾ അടിയിലൂടെ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് എടുക്കും. ഇപ്പോൾ അത് ലെഫ്റ്റിലല്ലേ, അതേപോലെ ഇപ്പുറത്തുള്ളതിനെ അപ്പുറത്ത് കൂടെ ഇങ്ങോട്ടും എടുക്കും. അപ്പോൾ നമ്മൾ ഹോളിൽ കൂടെ ഇട്ടത് അവിടെ നിന്ന് ഇങ്ങോട്ടും, മേൽഭാഗത്ത് അതായത് മുകളിൽ കവർ ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുള്ളതിനെ ഇവിടുന്ന് അങ്ങോട്ടും, അങ്ങനെ 2 രീതിയിലും ചെയ്ത് അത് നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് ചെയ്യാം. അങ്ങനെ റാപ്പ് ചെയ്യുക. അത് ഒന്നിലധികം റാപ്പ് ചെയ്യാനുള്ള ലെങ്ത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. 2 തവണയൊക്കെ റാപ്പ് ചെയ്ത് കുറേ ടൈം ബെൽറ്റ് ഇവിടെ ചുറ്റി വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് റാപ്പ് ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് വിത്ത് റഫിൾ. അപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് വീഡിയോ കാണാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ കാണാൻ മറക്കില്ലേ. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.